ശ്രീ പി വി അൻവർ തത്സമയം ന്യൂസ് 18-ൽ ചേരുകയാണ്. ശ്രീ പി വി അൻവർ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ VR അനൂപ് ഉണ്ട്, BJPയുടെ P കൃഷ്ണദാസും ഉണ്ട്. അല്പസമയം കഴിയുമ്പോൾ അഡ്വക്കേറ്റ് BN ഹസ്കർ CPM സഹയാത്രികൻ അദ്ദേഹം കൂടി ജോയിൻ ചെയ്യും. ഇതുവരെ വന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ പ്രധാനമായും ഉന്നയിച്ച രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ തുടങ്ങി വെച്ചത്. അതിലൊന്ന് VD സതീശിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യമാണ്. അതിൽ മെറിറ്റ് ഇല്ല എന്ന് താങ്കൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അത് P ശശിയുടെ നിർദ്ദേശപ്രകാരം P ശശി എഴുതി തന്നത് അതേപോലെ താങ്കൾ വായിക്കുകയായിരുന്നുവെന്ന് താങ്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും ഭരണത്തിനും ആഭ്യന്തര വകുപ്പിനും എതിരെ നടത്തിയ പരാമർശങ്ങളാണ്. അപ്പോൾ ഇതിൽ മെറിറ്റ് ഇല്ലെങ്കിൽ അവിടെ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യമാണ്. അതിലെ മെറിറ്റ്, സർക്കാരിനെതിരെ ഉന്നയിച്ച കാര്യങ്ങളിലെ മെറിറ്റ് താങ്കൾ തള്ളിക്കളയുന്നുണ്ടോ? അത് CPM-ലെ തന്നെ ഒരു വിഭാഗത്തിന്റെ താല്പര്യം അതിലുണ്ടായിരുന്നുവെന്നും താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ആ താല്പര്യപ്രകാരം കൂടിയാണ് അത് എന്നതുകൊണ്ട് അതിന്റെ മെറിറ്റ് ഇല്ലാതാകുന്നുണ്ടോ ഇല്ലയോ? അല്ല, അതൊക്കെ വളരെ വ്യക്തമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ മെറിറ്റിനെ കുറിച്ചും ഈ ചോദ്യം അവിടെ ഉയർന്നു വന്നതാണ്. അത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ ഈ ചോദിച്ച ചോദ്യം ആ വാർത്താ സമ്മേളനം 1-2 മിനിറ്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞു തന്നെ പറയണ്ടല്ലോ, വേറെ നിങ്ങൾക്ക് കൃത്യമായ എനിക്കതിനകത്ത് സംശയം, ഞാൻ വാർത്താ സമ്മേളനം കേട്ട് നോക്കിയതാണ്. ഞാൻ അതിൽ എനിക്കുണ്ടായ ഒരു സംശയം ഞാൻ ചോദിക്കാം. ഒന്നിൽ മെറിറ്റ് ഉണ്ടാവുകയും മറ്റൊന്നിൽ മെറിറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ക്രെഡിബിലിറ്റി ഫാക്ടർ എന്ന രീതിയിൽ വരികയില്ലേ? രണ്ടും ഓരോരുത്തരുടെയും നിർദ്ദേശപ്രകാരം വരുമ്പോൾ ആ ക്രെഡിബിലിറ്റി ഫാക്ടർ അവിടെ വരില്ലേ? അല്ല, അത് താങ്കൾക്ക് മാത്രം അല്ല. അതിലെ വ്യത്യാസം, ആദ്യത്തേത് ഈ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മറ്റേ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഞാൻ പാർട്ടി ലീഡർഷിപ്പിനോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. ആ അങ്ങോട്ട് പറയുമ്പോഴാണ് അവർ അത് പൊതുസമൂഹത്തിൽ ഉന്നയിക്കാൻ പറയുന്നത്. അങ്ങനെയാണത് വിഷയമാകുന്നത്. മറ്റത് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്, മറ്റേത് ഞാൻ കണ്ടെത്തിയിട്ട് ഞാൻ പാർട്ടിയോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. ആ ഡിഫറൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ പത്രസമ്മേളനം താങ്കൾ ശരിക്കും കേട്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ ഈ താങ്കൾ കണ്ടെത്തി പാർട്ടിക്ക് കൊടുത്ത സമയത്ത് ഈ പറയുന്ന ഒരു വിഭാഗം നേതാക്കൾ അവർക്ക് ഈ പിണറായിസത്തിനെതിരെ ഒന്നും അതുവരെ എതിരായിട്ട് തോന്നിയിരുന്നില്ലേ? താങ്കൾ കണ്ടെത്തി നൽകിയപ്പോഴാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞത്. പക്ഷേ ആ ആളുകൾ ഇപ്പോൾ എവിടെയാണ്? അല്ല, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അതും ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം. താങ്കൾ ഒന്നുകൂടെ അത് ഒന്ന് കേട്ടാൽ നന്നായിരിക്കും. അപ്പോൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ താങ്കൾ പറയില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ആ ആളുകൾ ഇപ്പോൾ താങ്കളുടെ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന് പിന്തുണ നൽകുന്നവരാണോ, അതോ അവർ മറുചേരിയിലേക്ക് പോയി കഴിഞ്ഞോ ഇതിന് മെറിറ്റ് ഇല്ല എന്ന് കണ്ടുകൊണ്ട്? അല്ല, അവരന്നും ഒരേ ചേരിയിലാണ്, ഇന്നും ഒരേ ചേരിയിലാണ്. അവരൊന്നും ചേരി മാറ്റം നടത്തിയിട്ടില്ല. ഇപ്പോൾ VD സതീശൻ താങ്കളുടെ മാപ്പപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ മാപ്പപേക്ഷ അംഗീകരിക്കുന്നത് വഴി താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, UDF-ന് നിരുപാധിക പിന്തുണ എന്ന്. അതും ഇവിടെ അംഗീകരിക്കപ്പെടാൻ പോവുകയാണ് എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ? അല്ല, അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അവർ തീരുമാനിക്കട്ടെ എന്ന് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി തീരുമാനമൊക്കെ അവരുടെ ഭാഗത്തുനിന്നല്ലേ. പക്ഷെ നിരുപാധിക പിന്തുണ എന്ന് പറയുമ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും താങ്കൾ അഭിപ്രായ പ്രകടനം പറഞ്ഞു. അതപ്പോൾ നിരുപാധികമാകുമോ? അതപ്പോൾ ഉപാധിയുള്ളതായി മാറില്ലേ? ഉപാധി ഇല്ലല്ലോ. ഇറ്റ്സ് റിക്വസ്റ്റ് എന്ന് കൃത്യമായി പറഞ്ഞാലേ അപേക്ഷിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ. തീരുമാനിക്കുന്നവർ തീരുമാനമെടുക്കേണ്ടവരല്ലേ. ഞാനൊരു അപേക്ഷകൻ മാത്രമാണ് അതിൽ. അതെന്ത് തീരുമാനം അവരെടുത്താലും UDF ലീഡർഷിപ്പ് എടുത്താലും അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും. അപ്പോൾ താങ്കൾക്ക് അവിടെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ താങ്കൾക്ക് അങ്ങനെ ഒരു കടുംപിടുത്തം ഉണ്ടാവുകയില്ല അല്ലേ? അത് താങ്കളുടെ ഒരു അപേക്ഷയായിട്ട് മാത്രം നിൽക്കും അല്ലേ? പിന്നെ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഞാനെങ്ങനെ കടുംപിടുത്തം പറ്റില്ലല്ലോ, അതൊരു ശരിയില്ലല്ലോ. നിരുപാധിക പിന്തുണ കൊടുത്താൽ പിന്നെ നമ്മൾ കടുംപിടുത്തത്തിന് അവിടെ പിന്നെ ആ വാക്കിന് അർത്ഥമില്ലല്ലോ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞു എല്ലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുവെന്ന്. പക്ഷേ ഇപ്പോഴും ഈ ക്രെഡിബിലിറ്റി ഫാക്ടർ നോക്കുമ്പോൾ ഈ താങ്കൾ അങ്ങോട്ട് പറഞ്ഞതാണെങ്കിൽ പോലും അതിന് മാത്രം ക്രെഡിബിലിറ്റി താങ്കൾ പറയുകയും ഈ P ശശി പറഞ്ഞ കാര്യങ്ങൾ VD സതീശിനെതിരെ ഉന്നയിക്കുമ്പോൾ അത് നിസ്സാരമായ ഒരു ആരോപണമായിരുന്നില്ലല്ലോ. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച കാര്യമാണ്. അത് താങ്കൾ അതേപടി എടുത്തു വായിക്കുമ്പോൾ
ആരുടെയും ടൂളാകാൻ പോകുന്ന ഒരാളാണ് താൻ എന്നുള്ള ഒരു ഇമേജ് താങ്കൾ തന്നെ പുറത്തു പറയുകയല്ലേ ഇപ്പോൾ ചെയ്തത് ശ്രീ പി വി അൻവർ? താങ്കളുടെ മാത്രം തോന്നലാണ്, അത് കുഴപ്പമില്ല. ഇനി അങ്ങനെ തോന്നുന്നവർക്ക് അങ്ങനെ തോന്നിക്കോട്ടെ, അതിലും എനിക്ക് കുഴപ്പമില്ല. അല്ല, അതങ്ങനെയല്ലല്ലോ. പൊതുസമൂഹത്തിന് അത് തോന്നുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ താങ്കൾ ഒരാളുടെ ടൂളായി നിൽക്കുന്നു എന്ന് താങ്കൾ തന്നെ പറയുമ്പോൾ അതാണ് ഞാൻ ആ ക്രെഡിബിലിറ്റി ഫാക്ടർ പറഞ്ഞത്. ആയിക്കോട്ടെ, അതെ അതെ അതെ, അത് കുഴപ്പമില്ലെന്നേ, അത് ഞാൻ സഹിച്ചോളാം. അങ്ങനെയാണെങ്കിൽ താങ്കളെ ഈ പൊതുസമൂഹത്തിന് സഹിക്കേണ്ടി വരികയില്ലേ ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ? അല്ല, അതിനിപ്പോ താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ പൊതുസമൂഹത്തിന്റെ മൊത്തം അച്ചാരം ഏറ്റെടുത്ത ആളൊന്നുമല്ലല്ലോ. അല്ല, താങ്കൾ ഒരു ജനപ്രതിനിധി ആയിരുന്ന സമയത്താണ് താങ്കൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞാനത് ഒരു ടൂളായിട്ട് നിൽക്കുന്നുവെന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറയുന്നത്, ഈ MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം. ഇതൊക്കെ താങ്കളുടെ വാക്കുകളാണ്. ടൂൾ എന്ന വാക്കൊക്കെ താങ്കൾ ഉന്നയിച്ചാണ്. അതിന് താങ്കൾ തന്നെ അതിന് അർത്ഥം കണ്ടെത്തിയാൽ മതി കേട്ടോ. അല്ലെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ടൂൾ എന്താണ് അതിന്റെ അർത്ഥം ശ്രീ VB അൻവർ? അല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് താങ്കൾ സംസാരിക്കാം. ഓക്കെ, നിന്നോടൊന്ന് മറുപടി അറിയാമെങ്കിൽ. ശരി ശരി ശരി. ശ്രീ VR അനൂപ്, PV അൻവർ പറയുന്ന ആ ടൂൾ എന്നുള്ള വാക്കിലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യം അദ്ദേഹം നിർവഹിച്ചിട്ടില്ല എന്നാ. ശരി, ശ്രീ മോഹൻ പറയൂ.